ഹായ്, എസ്.എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യം കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് കുറേ പേര് പറയാറുണ്ട്, എൻ്റെ പാർട്ട്ണർക്ക് എന്നോട് ആദ്യത്തെ പോലെയുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അതെന്താണെന്നുള്ളത് അറിയുന്നില്ല, മുമ്പൊന്നും അവരങ്ങനെ ആയിരുന്നില്ല, ഒരുപാട് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു, ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല, അപ്പം എനിക്കത് മാറി കിട്ടണം എന്നുള്ളത് കുറേ പേര് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറയാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കുറച്ച് ബിസി ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ്. ടു അവൈലബിൾ ആവുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക. നമുക്കിപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്താണോ കൂടുതലായിട്ട് കിട്ടുന്നത് ആ ഒരു കാര്യത്തിനോടുള്ള താല്പര്യം ഇല്ലാതാവും. ഫോർ എക്സാമ്പിൾ, നമുക്കൊക്കെ ബിരിയാണി ഇഷ്ടമാണ്, പക്ഷേ ഒരാഴ്ച നമുക്ക് ബിരിയാണി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണിയോടുള്ള ആ ഒരു ഇഷ്ടം അങ്ങോട്ട് കുറഞ്ഞു, അയ്യോ ഇനി എനിക്ക് ബിരിയാണിയേ വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കില്ലേ? അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതൊരാളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ ഒത്തിരി അവർക്ക് അവൈലബിൾ ആവുന്നുണ്ട്, അവരാഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളോടുള്ള താല്പര്യം കുറയ്ക്കുകയാണ് ചെയ്യാം. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരയക്കുന്ന ഓരോ മെസ്സേജിനും വളരെ ക്വിക്ക് റിപ്ലൈസ് ആണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റുക. പെട്ടെന്നൊന്നും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നിങ്ങളുടെ ലൈഫുമായിട്ട് ബിസി ആയിട്ട് പോവുക. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഹോബീസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതല്ലാതെ ഇവരെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ചുറ്റിപ്പറ്റി നിൽക്കാതിരിക്കുക. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോൾ, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ കണ്ടെത്തുമ്പോഴൊക്കെ നിങ്ങളോടുള്ള താല്പര്യം ഇവർക്ക് കൂടി വരിക ചെയ്യാം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ബിസിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് നിങ്ങളെ കിട്ടുന്ന സമയം വളരെ കുറവാണ്, നിങ്ങൾ അവൈലബിൾ ആവുന്ന സമയം വളരെ കുറവാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം, ആ ഒരു ആഗ്രഹം ഇങ്ങനെ അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടേയിരിക്കും. അതിലൊരു കാര്യം എന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന സമയത്ത് നിങ്ങളെ അവർക്ക് കിട്ടിയെന്ന് വരില്ല. അതായത് നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ബിക്കോസ് നിങ്ങൾ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു ആഗ്രഹം ഇങ്ങനെ ഇരിക്കും, എനിക്ക് സംസാരിക്കണമായിരുന്നു, സംസാരിക്കാൻ പറ്റിയില്ല, അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യും. അങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് അവൈലബിൾ ആവുന്ന കുറച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മിസ് ചെയ്തുകൊണ്ടേയിരിക്കും, നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. ബിക്കോസ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് വേറെ കുറേ തിരക്കുകളുണ്ട്, അപ്പോൾ നിങ്ങളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും താല്പര്യവും ഒക്കെ കൂടി വരാൻ തുടങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അവൈലബിൾ ആവുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നോക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് ഗ്രോത്ത് തന്നെയാണ്. സെൽഫ് ഗ്രോത്ത് ആണ് ഒരു പേഴ്സണെ മോർ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത്. അതായത് നമ്മൾ ഒത്തിരി നമ്മുടെ ഗ്രോത്ത് ഒക്കെ വളരെയധികം നമ്മൾ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സെൽഫ് ഗ്രോത്ത് നന്നായിട്ട് തന്നെ നടക്കുന്നുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർ അവർക്കൊക്കെ നമ്മളോടൊരു റെസ്പെക്റ്റ് ഫീൽ ചെയ്യും. മാത്രമല്ല, നമ്മൾ എന്തൊക്കെയോ ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറേ കഴിവുകളുണ്ട്, ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവർ ചിന്തിക്കും എന്നുള്ളതാണ്. നമ്മുടെ സെൽഫ് ഗ്രോത്ത് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്യുക, അത് നിങ്ങൾക്ക് വളരെ വിലപ്പെട്ടതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലൂടെ അവരുടെ താല്പര്യം എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക എന്നുള്ളത് പറയാം. ഒന്ന്, നിങ്ങളുടെ ലുക്സ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ലുക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ച് നീറ്റായിരിക്കുക, നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ പേര് കാണാറുണ്ട്, വീട്ടിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നീറ്റൊന്നും ഇല്ലാത്ത ഡ്രസ്സ് ഇടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലല്ലേ, അതൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങളുടെ പാർട്ട്ണർ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ നിന്നാവും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അവരെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യമാണ് നിങ്ങൾ കൂട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുമ്പിലാണ് നിങ്ങൾ ഏറ്റവും നീറ്റായിട്ട് നിൽക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വില കൊടുത്ത് വാങ്ങിയിട്ടുള്ള വസ്ത്രം ഇട്ടിട്ട് അവരുടെ മുമ്പ് കൂടെ നിൽക്കുക എന്നല്ല ഞാൻ പറയണത്. നിങ്ങൾ ഇടുന്ന ഡ്രസ്സ് അതേതായാലും നീറ്റായിട്ട് ഇരിക്കണം. അതായത് ഇങ്ങനെ കുറച്ച് കീറിയതും അങ്ങനെയുള്ളതൊന്നും ഇടാതിരിക്കുക. അയൺ ചെയ്ത് ഇടണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിലിടുന്നതാണെങ്കിലും കുറച്ച് നല്ല വസ്ത്രം ഇടുക. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇടാൻ പറ്റുമോ എങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളതിൽ അതിനെ കുറച്ച് ഭംഗിയായി നീറ്റായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുക. അതല്ലാതെ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ഡ്രസ്സ് വാങ്ങണം ഇങ്ങനൊന്നും ഞാൻ പറയില്ല. നിങ്ങളുടെ ഉള്ള ഡ്രസ്സ് കുറച്ച് നീറ്റായിട്ട് ഇട്ടാൽ മതി. അതേപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള ലുക്സും കാര്യങ്ങളൊക്കെ, ഹെയറും ഒക്കെ നല്ല നീറ്റായിട്ട് വെക്കുക. അതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം.
അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യുക. ഇപ്പം നിങ്ങൾ കുക്കിങ്ങിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ കുക്കിങ്ങിൽ നിങ്ങളുടെ സ്കില്ല് കുറച്ചുകൂടി ബെറ്റർ ആക്കാം. ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർക്ക് ഫുഡ് കഴിക്കാനൊക്കെ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൽ കുറച്ചൊന്ന് ബെറ്റർ ആയി കഴിഞ്ഞാൽ ആൾ വിചാരിക്കും ആളുടെ കുക്കിംഗ് ഒക്കെ അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അടിപൊളിയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് കുറച്ചുകൂടി ഒന്ന് കൂടും. അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കുറച്ചുകൂടി സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ഇപ്പം കുക്കിംഗ് എന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും പഠിക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കോൺഫിഡൻസിനെ കൂട്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് കൂടുതലാക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടി ഓക്കെ ആക്കുക. അതായത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം, നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇങ്ങനെ ദേഷ്യപ്പെടുക, ഇപ്പം അവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അങ്ങനെയൊന്നും ആവരുത്. എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. സ്മൈലുള്ളൊരു ഫേസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അവർ വിചാരിക്കും ഇവളല്ലെങ്കിൽ ഇവൻ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് എന്നൊരു തോന്നൽ വരും. അപ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള ഒരു ആഗ്രഹം കൂട്ടുകയാണ് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇപ്പം നിങ്ങൾ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കൊടുക്കുക. അവരോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അവിടെ എവിടെയും തൊടാതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആൾക്കും ഒന്നും മനസ്സിലാവില്ല, കേൾക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി, നിങ്ങൾ പറയുന്ന എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ കരിയർ എങ്ങനെ വേണം എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണം. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അത് മാത്രമല്ല, നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് നന്നായി നടക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാകുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറച്ചുകൂടി ഒന്ന് ഹൈ ആവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ്. കുറേ ആളുകൾക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയോ, ഇവർ ഇമോഷണലി വളരെ സ്റ്റേബിൾ അല്ല. അതായത് ചിലർ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. കുറേ കാര്യങ്ങൾ ചുമ്മാ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറെ ഓവറായിട്ട് ആവശ്യമുണ്ട്, ടു നീഡി ആയിരിക്കും. അതായത് എല്ലാത്തിനും പാർട്ട്ണറെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ആളുകളായിരിക്കും ചിലരെന്ന് പറയുന്നത്. മറ്റു ചിലർ ഭയങ്കര ജലസിയുള്ള ആളുകളായിരിക്കും. അതായത് നമ്മുടെ പാർട്ട്ണർ ആരോടെങ്കിലും സംസാരിച്ച് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര അസൂയ. ഇനിയിപ്പോൾ പാർട്ട്ണറോട് അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് ഒരുപാട് അസൂയ തോന്നുക, പിന്നെ മൂഡ് സ്വിങ്സ് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെ കുറേ പേർക്ക് സംഭവിക്കാറുണ്ട്. അതായത് ഇമോഷണലി ആൾ സ്റ്റേബിൾ അല്ല, എപ്പോഴും ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവരുത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം എല്ലാ കാര്യത്തിലും. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം, വളരെ കാം ആയിരിക്കണം. അതേപോലെ നിങ്ങൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യണം. നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുക. അതായത് ഇപ്പം മറ്റുള്ളവരോട് പറയുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറോട് പറയുകയാണെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്നോട് തന്നെ എപ്പോഴും ബഹുമാനമുണ്ട്, അത് വിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓപ്പണായിട്ട് പറയാം. മീൻസ് നമ്മൾ പറയാറുണ്ടല്ലോ ആത്മാഭിമാനം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അത് വിട്ട് ഒന്നും ചെയ്യുന്ന ഒരാളല്ല നമ്മൾ എന്നുള്ളത് നമ്മുടെ പാർട്ട്ണർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കുക. ഭയങ്കര വഴക്കുണ്ടാക്കാന്നല്ല, എങ്കിലും ചെറിയ രീതിയിൽ ആ ഒരു കാര്യത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതോട് തെറ്റൊന്നല്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യണം. കറക്റ്റായിട്ടൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇങ്ങനെയൊരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജലസി ഉണ്ടാവുക, ഓവർ തിങ്കിങ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ബെറ്ററാണ്. കാരണം ഇങ്ങനെയാകുന്ന ആളുകളോട് ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരെക്കുറിച്ചെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെക്കുറിച്ച് വാദവരാതെ കുറ്റം പറയുകയായിരിക്കും. അവളുടെ സ്വഭാവം ഇല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അവർ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കുറേയാണ് ചെയ്യാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് അതൊക്കെ മാറ്റുക. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ വളരെ കാമായിരിക്കുക, വളരെ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം നിങ്ങളെന്ന് പറയുന്നത്. അതേപോലെ കുറച്ച് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ആൻഡ് റെസ്പെക്ട് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇത് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാവേണ്ട ആവശ്യമില്ല. നമ്മളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ പാർട്ട്ണറോട് തുറന്നു പറയണം എന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ്, അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ് എന്നാണെങ്കിൽ പറയാം. അങ്ങനെ കുറേ പേര് വിശ്വസിച്ച് വരുന്നുണ്ട്. അതായത് എൻ്റെ പാർട്ട്ണറോടൊന്നും പറയാതിരിക്കാൻ പാടില്ല, എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള A to Z കാര്യങ്ങൾ പറയണം, ഈ ഒരു സംഭവം വിശ്വസിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോടൊരു വാല്യൂ അല്ലെങ്കിൽ ഒരു വില നിങ്ങൾക്ക് അവർ തരില്ല. അതങ്ങനെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും അറിയാം, ഓരോ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നറിയാം, അതല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ അറിയാവുന്ന ഒരാൾക്ക് ഇനി നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യവും അറിയാൻ പറ്റും. അതൊക്കെ ചിന്തിച്ചെടുത്താൽ മനസ്സിലാവുന്ന കാര്യമല്ലേ. അപ്പം നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അറിയാനുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടാവില്ല.
അപ്പം അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കുക, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും, ഇങ്ങനെയുള്ള തോന്നലും ഒരിക്കലും അവരിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേയൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് പറയണമെന്നുള്ള വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ, അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുക. ഇപ്പൊ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നിങ്ങൾ വേറൊരാളെ സ്നേഹിച്ചിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരാളെ ബ്രേക്കപ്പ് ആക്കി, അതായത് നിങ്ങൾ അവരെ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയാണ് ഞാനാണ് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചത്, ഇതാണ് റീസൺ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് അവിടെ പോയി നിങ്ങളുടെ ആ ഒരു സംഭവം, അതായത് അപ്പൊ നീയാണല്ലേ വേണ്ടാന്ന് വെച്ചപ്പോൾ നിന്റെ സ്വഭാവം തീരെ ശരിയല്ല എന്നൊക്കെ അവർ ചിലപ്പോൾ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അല്ല, റയർ ആയിട്ടുള്ളവർ. ഞാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാം, കുറച്ചൊക്കെ പറയാതിരിക്കാം. നിങ്ങൾ പറയാതിരിക്കുന്ന സമയത്താണ് എന്താണ് ശരിക്കും ഇവളുടെ അല്ലെങ്കിൽ ഇവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തായിരിക്കും ഉണ്ടാവാൻ പോവുക, എന്തായിരിക്കും ഇപ്പോൾ ചെയ്യണ്ടാവുക, ഇങ്ങനെയൊക്കെ ഒരു ക്യൂരിയോസിറ്റി വരണം എന്നുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാതിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റെസ്പെക്റ്റും അതിന്റെ കൂട്ടത്തിൽ കുറച്ച് വാല്യൂവും നിങ്ങൾ എപ്പോഴും കാണിക്കുക എന്നുള്ളതാണ്. അതായത് അവരെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ അവർക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുക. അതിനുവേണ്ടി എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അവരെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അപ്രിസിയേഷൻ നൽകുക, നല്ല രീതിയിൽ നിങ്ങൾ അതിനെ അഭിനന്ദിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമല്ലേ, എന്തെങ്കിലും ചെയ്തെന്നുണ്ടെങ്കിൽ നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പൊ നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, അസലായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുറച്ച് അപ്രിസിയേഷൻസ് നൽകുക, നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ നൽകാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ളതാണ്. അവരെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയിൽ ഒരുങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നീ വളരെ സുന്ദരിയാണ്, അല്ലെങ്കിൽ നീ ഭയങ്കര ഹാൻസം ആണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ കുറച്ചൊക്കെ നല്ല കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെന്തൊരു കാര്യം ചെയ്യുമ്പോഴും നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഫീൽ ചെയ്യണം അവരുടെ ബാക്ക് ബോൺ ആണ് നിങ്ങൾ എന്നുള്ളത്. അതായത് അവരെല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാത്തിനും പിന്താങ്ങുന്ന, അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിലേക്കാവും. അതായത് നിങ്ങൾ എപ്പോഴും കൂടെ വേണം, എനിക്കൊരു സപ്പോർട്ടറായിട്ട് വേണം എന്നുള്ളത് അവർ ചിന്തിക്കും. പിന്നെ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങളോടുള്ള ഇൻട്രസ്റ്റ് കൂടും എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. നമ്മളോടുള്ള താല്പര്യം കുറഞ്ഞു പോകുമ്പോഴാണ് അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം അങ്ങനെ കുറഞ്ഞു പോവുക. പിന്നെ അവർക്ക് നമ്മളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാവും. അപ്പം അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പാണ്, അപ്പോൾ കുറേയൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പലരും പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ട, പിന്നെന്തിനാ ഞാൻ കടിച്ചു തൂങ്ങി നിൽക്കണേ എന്നുള്ളതൊക്കെ ശരിയാണ്. നമ്മളെ വേണ്ടാത്തവർ നമുക്കും വേണ്ട. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ നമ്മളെ അവർക്ക് വേണ്ടാതാക്കുന്നതിൻ്റെ പുറകിലെ കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കാരണക്കാരാവാതിരിക്കുന്നതല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് വലിയ മിസ്റ്റേക്കുകളൊന്നും വരുത്താതിരിക്കുക. നമ്മളെപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം, നമ്മളെപ്പോഴും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളായിട്ട് മാറണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പം അതൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക, എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.